ഹലോ വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഒരു മൊമെൻറ്റിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവരുടെ നെയിം പറയുക. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ ലൈഫിൽ എന്താണ് ഈ ഒരു മൊമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻസിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഓക്കെ, എംപ്രസിൻ്റെ എനർജീസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. പ്ലസ് നമുക്ക് വന്നിട്ടുള്ളത് മൂണിൻ്റെ എനർജീസ് ആണ്. ഈ ഒരു കാർഡ്സിൽ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ പവറിലാണ് ഉള്ളത് ഈ ഒരു മൊമെൻറ്റിൽ. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇനിയും നിങ്ങൾ എഫേർട്ട് എടുത്ത് അപമാനിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു ഉറച്ച തീരുമാനത്തിൽ ഇരിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടയേർഡായി, നിങ്ങളുടെ കണക്ഷനിൽ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾ ടയേർഡായിട്ട് നിങ്ങൾ നിങ്ങളുടെ പവറിലിരുന്നിട്ട് സെൽഫ് ലവ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. എഗെയിൻ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സണും, നിങ്ങൾ മേ ബി മാരിഡ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സണും മാരിഡ് ആയിരിക്കാം, ഇതൊരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ആവാം. ഇനിയിപ്പോൾ സിംഗിൾസ് ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ എംബ്രസ് എന്നുള്ളൊരു എനർജിയിൽ തന്നെ ഇരിക്കുന്നുള്ളത്. ഓക്കെ, നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ പ്രസൻ്റ്ലി എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, ഏഞ്ചൽസ്, യൂണിവേഴ്സ്. ഓക്കെ, 8 of Cups, the Judgment, Page of Swords, the World, Knight of Pentacles, 10 of Pentacles. ഐ തിങ്ക് ഇവർ മാരിഡ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലിയിൽ വളരെയധികം ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലിയിൽ ഓരോ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. അതുകൊണ്ട് ഈ ഒരു വ്യക്തി അവിടെ ഇമോഷണൽ വിഡ്രോ ആയിട്ടുണ്ടാവും ഒരു എനർജിയിൽ നിന്ന്. ഇപ്പം ഇവർ മാരിഡ് ആണെന്നുണ്ടെങ്കിൽ വൈഫുമായിട്ട് ഇഷ്യൂസ് ആയിരിക്കാം, വൈഫുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ അവരുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇഷ്യൂസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് ഫാമിലിയിൽ ഒത്തിരിയധികം വഴക്കും പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ ഒരു കണക്ഷൻ്റെ സെപ്പറേഷന് മെയിനായിട്ട് റീസണും ഈ ഒരു ഫാമിലി തന്നെയായിരിക്കും. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് ഇവിടെ നിന്നിട്ടുള്ളത്. കാരണം ഇവരുടെ ഫാമിലിക്ക് നിങ്ങളെ ഇഷ്ടമല്ലായിരിക്കാം. ഓക്കെ, ഇവർ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഫാമിലിയിലുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കുന്ന ഒരു എനർജീസ് ആയിരിക്കും ഇവിടെ നിങ്ങളുടെ പേഴ്സണ്. അതുകൊണ്ട് തന്നെ ഇയാൾ നൈസായിട്ട് നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടാവില്ല, നൈസായിട്ട് വേണ്ട എന്നുള്ള ഒരു എനർജിയിൽ നിന്നിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയിലും നിങ്ങളിലും ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മൊമെൻറ്റിലും പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയാണ്. പ്രസൻറ്റ് സിറ്റുവേഷൻ വളരെയധികം നെഗറ്റീവായിട്ടുള്ളൊരു എനർജി എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ മൂണിൻ്റെ എനർജീസാണ്. മൂണിൻ്റെ എനർജി എപ്പോഴും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു എനർജി, അല്ലെങ്കിൽ കുറേ കാര്യങ്ങളെ ഹൈഡ് ചെയ്യുന്ന ഒരു എനർജി, ഒരു ഹാപ്പിനെസ് ഇല്ലാത്തൊരു എനർജി, ഒരു മൊത്തത്തിലൊരു ഇയാളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് ആ ഒരു സിറ്റുവേഷൻസ് കാണുന്നത് പോലെയല്ല, വളരെ ഡീപ്പും ഇൻറ്റൻസും ആയിട്ടായിരിക്കും ആ ഒരു കണക്ഷൻ്റെ ആ ഒരു ലെവൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്രയും ഇൻറ്റൻസ് ആയിട്ടായിരിക്കും ഇയാൾക്ക് ആ ഒരു കണക്ഷനിൽ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി ലൈഫിൽ ഇപ്പോൾ ഇഷ്യൂസ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളത്. കാണുമ്പം ഞാനിതെല്ലാം സോർട്ട് ഔട്ട് ആവും, എനിക്കിതെല്ലാം ഓക്കെ ആക്കാൻ പറ്റുന്നേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു എനർജി ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഫാമിലിയിൽ വലിയ ഇഷ്യൂസാണ്, നല്ല രീതിക്ക് ഇഷ്യൂസാണ്. ഇവർക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതലായിട്ട് ഇഷ്യൂസ് ഇവരുടെ ഫാമിലിയിലുണ്ട്. ഓക്കെ, നിങ്ങളോട് ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഷെയർ ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ഈ ഒരു കാര്യങ്ങളൊന്നും, എനിക്കൊന്ന് പലരോടും ഈ ഒരു വ്യക്തി ഈ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടില്ല. ഇവരുടെ ഫാമിലിയിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേഷനിൽ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് ഡിസ്കണക്റ്റ് ആവുന്നുള്ളതെന്നുള്ളൊരു എനർജി നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പലപ്പോഴും ഈ ഒരു എനർജി, ഇവരുടെ ഈ ഒരു ഹൈഡിങ് എനർജി നിങ്ങളെ ഈ ഒരു കണക്ഷനിൽ സ്റ്റക്കാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് ഈ ഒരു വ്യക്തിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് സ്നേഹം ഇല്ല എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു മൊമെൻറ്റിൽ ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. കാരണം വളരെയധികം ഹേർട്ടാണ്. ഈ ഒരു കണക്ഷനിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു സഡൻ ടവർ മൂവ്മെൻ്റ് ആണ്. പെട്ടെന്ന് നടന്നിട്ടുള്ള ഒരു സംഭവം, ഒരു കണക്ഷനിൽ ഒരു എൻഡിങ് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു എൻഡിങ്സ് കൊണ്ട് നിങ്ങളും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ്. നിങ്ങളത് കുറച്ച് ചേഞ്ച് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നിങ്ങളുടെ മൈൻഡിൽ ഡീപ്പ് ഇൻസൈഡ് ഈ ഒരു വ്യക്തി ഉണ്ട്, ഇവരോടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾ ഇനിയും വിഡ്ഢി ആവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ ഒരു കണക്ഷനിൽ.
കാരണം എല്ലാ തരത്തിലുള്ള എഫോർട്ടും നിങ്ങളുടെ അടുത്തു നിന്നായിരുന്നു. ഇനി നിങ്ങളൊരു എഫോർട്ടും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ വാല്യൂ ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ മൈൻഡിൽ കുറേയധികം തോട്ട്സുകളുണ്ട് ഈ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട്, എക്സാക്റ്റ് എന്താണ് ഇവരുടെ ലൈഫിൽ നടക്കുന്നത് എന്നുള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തോട്ട്സുകളും നിങ്ങളുടെ മൈൻഡിൽ വരുന്നതിന് ശേഷവും നിങ്ങൾ നേരെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് വിഡ്രോ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇയാൾ ഇങ്ങോട്ട് വരട്ടെ, യഥാർത്ഥ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങോട്ട് വരും എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിലുള്ളത്. ഈ ഒരു വ്യക്തിയുടെ ഒരു കാർമിക് സൈക്കിളാണ് ഇവരുടെ ഫാമിലി ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ സ്പിരിച്വൽ കണക്ഷനാണ്. ഒരു സ്പിരിച്വൽ ഈ ഒരു വ്യക്തിക്ക് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തും തന്നെയാണ്. എനിക്ക് തോന്നുന്നു റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ 11 ഏഞ്ചൽ നമ്പേഴ്സും 10 ഏഞ്ചൽ നമ്പേഴ്സും കാണുന്നുണ്ടാവാം. കാരണം ഇവിടെ 16 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, 17 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ 7 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, 3 ഇമ്പോർട്ടൻ്റ് ആണ്, 8 ഇമ്പോർട്ടൻ്റ് ആണ്. 30+ ഏജ് ഉള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. എനിക്കൊന്ന് റീസെൻ്റ് ആയിട്ട് ചിലരുടെയൊക്കെ പേഴ്സൻ്റെ ഏജ് എന്ന് പറയുന്നത് 50 ആണ്, 50 ആയിരിക്കണം. 50 വയസ്സ് പ്രായമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ 50 വയസ്സ് പ്രായമുള്ള ഒരു ലേഡി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു മെൻ ആയിരിക്കണം. ആ ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഫാമിലിയുടെ കൂടെയാണ് നിൽക്കുന്നുള്ളത്, പക്ഷേ അവിടെ ഒരു ഇമോഷണൽ ബോണ്ട് ഇല്ല. നിങ്ങളുടെ അടുത്താണെങ്കിൽ കണക്ട് ചെയ്യാതിരിക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടൊരു ഹേർട്ടായിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പം ഇത്രയും ഈ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തിക്ക് മൊത്തത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഇൻഫർമേഷൻസ് ആണെങ്കിൽ കളക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലർക്കൊക്കെ. ഓക്കെ, എല്ലാവർക്കും അല്ല, ചിലർക്കൊക്കെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. എനിക്കത് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് കൂടുതലായിട്ട് നിങ്ങൾ കണക്റ്റ് ആയിട്ടുള്ളത് ഇവിടെ ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി വീഡിയോ കോൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ഓൺലൈൻ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ മനസ്സിലാകുന്നുള്ളത്, കാണാൻ പറ്റുന്നുള്ളത്. ഓൺലൈനിലൂടെ ആയിരിക്കാം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളത് ഈ ഒരു വ്യക്തിയെ. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ടൊരു സ്പിരിച്വൽ ബോണ്ടിങ്, അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ എൻറ്റയർ വേൾഡ് എന്നുള്ളൊരു എനർജിയിലേക്ക് ആയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ വളരെ ഡീപ്പും ഇൻറ്റൻസും ആയിട്ടുള്ള ഒരു കണക്ഷൻ രണ്ടുപേരും ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ഈ ഒരു ടൈമിൽ അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. 3 ഓഫ് കപ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഹെർമിറ്റ്, ക്യൂൻ ഓഫ് കപ്സ്, എംപ്രസ്. വൈഫ് ഇഷ്യൂസ് ആയിരിക്കാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ മദർ ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ, ഇവിടെ ഒരു ഫെമിനൻ എനർജിയുടെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇവിടെ ഒരു എൻഡിങ്സ് സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു ലേഡിയുടെ കൺട്രോളിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഈ ഒരു മൊമെൻറ്റിൽ. എനിക്കതാ ഇവിടെ കാണാൻ പറ്റുന്നുള്ളത് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്റ്റിൽ വെയിറ്റിങ്ങിലാണെന്നുള്ളൊരു എനർജി ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ഒരു ക്ലാരിറ്റി ഇല്ല ഒന്നിനെ പറ്റിയിട്ടും. പക്ഷേ ഇവിടെ ഹോപ്പുണ്ട്. ഈ ഹോപ്പ് ഉണ്ടെങ്കിലും ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ പോലും നമുക്ക് ചുറ്റും നമ്മൾ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഡെവിൽ എനർജിയിലാണെന്നുണ്ടെങ്കിൽ, എനിക്കൊന്ന് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഇപ്പം ഫാമിലിയുടെ കൂടെ നിൽക്കുന്നതിന് ഒരു മെയിൻ റീസൺ ഇയാൾക്ക് അവിടെ നിന്ന് എന്തോ ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഇവർ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ ആണ്. അപ്പം കൂടുതലായിട്ട് അമ്മയോട് ഇഷ്ടമുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ വൈഫിനോട് ഇഷ്ടമുള്ള ആളായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫെമിനൻ എനർജി ആരാണോ അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണം എന്നുള്ളൊരു എനർജി ഉള്ളൊരു വ്യക്തിയായിരിക്കാം. ഓക്കെ, എനിക്കതാ ഇവിടെ ഫീൽ ചെയ്യുന്നൊരു എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഫാമിലി തകർന്നു പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഉണ്ടായി പോകാനായിട്ട് ഈ ഒരു വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ പോലും അവിടെ നിൽക്കുന്നുള്ളത്, അവരുടെ കൺട്രോളിൽ, അവർക്കുള്ള ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട്. കാരണം ഫാമിലി ഇല്ലാതെ ഒരിക്കലും ജീവിച്ച് പോകാൻ മുന്നോട്ട് പറ്റുകയല്ലോ. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ് നിങ്ങളുടെ പേഴ്സൺ. അത് ഓൾറെഡി ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഫാമിലിയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി. റിലേഷൻഷിപ്സ് ഒക്കെ അതിനൊരു ഫ്യൂച്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഒന്നുമില്ലാത്തൊരവസ്ഥയായി മാറുന്നുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ അത് തന്നെയാണ്. ഇവർക്ക് ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇവർ ഫാമിലിയെ ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതുവരെയും ഇവർക്കൊന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇത് ഓൾറെഡി ഇത് യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ദൈവം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ളൊരു എനർജിയിൽ നോക്കി. കിങ് ഓഫ് സോർട്സിൻ്റെ എനർജി 2 തവണ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് നിങ്ങളുടെ പേഴ്സൺ ഉള്ളിടത്ത് എനിക്കൊന്ന് വാട്ടർ ബോഡീസ് ഉണ്ടെന്ന് തോന്നുന്നു. വാട്ടർ ബോഡീസ് ഉള്ളിടത്തായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ജീവിക്കുന്നുള്ളത്.
അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലവും അവരുടെ സ്ഥലവും കണക്ട് ചെയ്യുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു വാട്ടർ ബോഡീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഒരു എംപററിൻ്റെ എനർജിയിലാണെങ്കിൽ പോലും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ്, നമുക്കതിവിടെ കാണാൻ പറ്റും. നല്ല രീതിക്ക് ഈഗോ ഉണ്ട് നിങ്ങളുടെ പേഴ്സണ്, ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു എനർജിയല്ല. ഇമോഷൻസ് ഉണ്ടെങ്കിൽ പോലും അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലാത്തൊരു എനർജിയാണ് എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീൽ ചെയ്യുന്നത്. ഇവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കും. ഫോർ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്യുക. കാരണം ഇയാൾക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, പക്ഷേ എങ്കിൽ അതിലൊരിക്കലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഇവർ തരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈവൻ നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് വൈഫിന് വേണ്ടിയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരണം തന്നെ ഇവർ ആഗ്രഹിക്കുന്നുള്ളത്. പക്ഷേ എങ്കിൽ അതൊരു ഡിസയർ മാത്രമാണ്. അല്ലെങ്കിൽ ഇനി ഇവർ നിങ്ങളുടെ അടുത്ത് വന്നാൽ പോലും അത് ജസ്റ്റ് ഒരു അറിയാൻ നോക്കില്ല, അതൊരു പെർമനൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ നോക്കില്ല. ചിലപ്പം ചിലരുടെയൊക്കെ പേഴ്സൺ വന്ന് പറയാൻ സാധ്യതയുണ്ട്, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിയും നമുക്ക് മാറി വേറെ എവിടെയെങ്കിലും താമസിക്കാം, കുറച്ച് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ദൂരെ പോകാം, അവിടെ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്നൊക്കെ പറയാനായിട്ടുള്ള സാധ്യതയുണ്ട് ചിലരുടെയൊക്കെ പേഴ്സൺ മാത്രം. ചിലരുടെയൊക്കെ പേഴ്സൺ എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, സിംഗിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലൊന്നും അല്ല, മാരീഡും ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ ഇവർ കണക്ഷനിൽ നിൽക്കുമ്പോൾ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി തരാനായിട്ട് പോകുന്നുമില്ല. ഓക്കെ, ഇയാളെല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ, ഒന്നിനും എഫേർട്ട് എടുക്കാൻ മടിയുള്ളൊരു വ്യക്തിയാണ്. നടക്കുന്ന പോലെ നടക്കട്ടെ, എനിക്കൊന്നുമില്ല എന്നുള്ളൊരു സാമട്ടാണ് ഈ ഒരു വ്യക്തിക്ക്. അപ്പം ആ ഒരു സാമട്ടിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്തും നമ്മൾ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് വലിയൊരു മണ്ടത്തരമാണ്. നിങ്ങളുടെ ടൈം, എനർജി എല്ലാം വേസ്റ്റാണ്. നിങ്ങളുടെ ഇമോഷൻസ് ഓൾറെഡി നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാൽ പോലും ഇവിടെ നിങ്ങളുടെ ഇമോഷൻസ്, ടൈം എല്ലാം വേസ്റ്റാണ്. നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് എങ്കിൽ, ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും റെഡ് ഫ്ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിൽക്കാതിരിക്കുക. ഹോപ്പിൻ്റെ എനർജി എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ട് നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആണ്. നിങ്ങൾ മേ ബി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ ഒരു ഫേമസ് പേഴ്സണാലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇറ്റ്സെൽഫ് ഒരു സ്റ്റാർ ആയിരിക്കാം, ഫേമസ് പേഴ്സണാലിറ്റി ആയിരിക്കാം, ആളുകൾ അറിയാവുന്നൊരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഒരു കണക്ഷനിൽ ബാലൻസും ഹോപ്പും നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ എനർജി എനിക്ക് ഈ ഒരു കണക്ഷൻ്റെ ഓവറോൾ എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. എല്ലാം വേണം എന്ന ആഗ്രഹമുണ്ട്, നിങ്ങൾ വേണം, ഫാമിലി വേണം, പക്ഷേ ഒന്നിനും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. എന്തൊക്കെയോ ട്രോമാസ് ഈ ഒരു വ്യക്തിക്കുണ്ട്. എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമാസ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ട്രോമാസ് ആയിരിക്കാം. എഫേർട്ട് എടുത്താൽ മാത്രമായിരിക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നുള്ളത്. പക്ഷേ ഈ ഒരു വ്യക്തി ഒരു എഫേർട്ടും എടുക്കുന്നുണ്ടാവില്ല. ഇവിടെ ഒരു ടവർ മൂവ്മെൻറ്റ് അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബോട്ടം ഓഫ് ദി ഡേക്കിൽ കിങ് ഓഫ് സോർട്സിൻ്റെ എനർജി വന്നതും അതുകൊണ്ടാണ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളത്. ഇവിടെ ട്രസ്റ്റ് ഇഷ്യൂസിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ചിലർക്കൊക്കെ ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ മനഃപൂർവ്വം ആരെങ്കിലും പറഞ്ഞ് ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ ഒരു കണക്ഷൻ എൻഡായി പോയി എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു മൊമെൻറ്റിൽ ഇവരുടെ ലൈഫിലാണെങ്കിലും ശരി എൻഡിങ്സ് ഒത്തിരി അധികം സംഭവിക്കുന്നുണ്ട്, ഒത്തിരിയധികം എൻഡിങ്സ്. ഇവർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സ് പറയുന്ന രീതിക്ക് മുന്നോട്ട് ഓരോ കാര്യങ്ങൾ ഓരോ ചൂടും വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലായിടത്തു നിന്നും ഒരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ എനർജി എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീൽ ചെയ്യുന്നുള്ളത്. ഒരു തരത്തിലും എവിടെയും ഒരു ഹാപ്പിനെസ് ഇല്ല, ഒരു എനർജി ഇല്ലാത്തൊരവസ്ഥ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിൽ ഒരു കണ്ടീഷനിങ്ങിൻ്റെ എനർജിയാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റുള്ള ഒരു വ്യക്തികളും തേർഡ് പാർട്ടിയും അവിടെ കണ്ടീഷനിങ്ങിൻ്റെ എനർജികളാണ്. അതുകൊണ്ട് മൊത്തത്തിൽ എന്ത് ചെയ്യണം എന്നറിയുന്നില്ലാത്തൊരു എനർജി. ഇവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ മാത്രമാണ് ഉള്ളത് കേട്ടോ, വേറെ ആരുമില്ല. കാരണം ഇവർ എത്രയൊക്കെ ഓപ്ഷൻസ് ഇവരുടെ ലൈഫിലുണ്ടെങ്കിലും ഇവർ നിങ്ങളെ മാത്രം ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് നിങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി ഇവരുടെ ലൈഫിൽ. പക്ഷേ ഇവർ എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ. രാത്രിയിൽ ഉറക്കമില്ല, ആൻസൈറ്റി, ഡിപ്രഷൻ്റെ എനർജീസാണ്. പക്ഷെ ഇവർ ന്യൂ ബിഗിനിങ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുള്ള ഒരു ന്യൂ ഗ്രോത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷനിലൊരു. പക്ഷേ എന്തായാലും ഒന്നും ഈ ഒരു മൊമെൻറ്റിൽ ചെയ്യുന്നില്ല, ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു എനർജി. കാരണം ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, കൂടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ മോശക്കാരനാവാൻ പാടില്ല എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തിയുള്ളത്. വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ കേട്ടോ. അത് മാത്രമല്ല ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഒരു ബൗണ്ടറി സ്ട്രോങ് ആണെന്നൊന്നും നമുക്ക് പറയാൻ ഒക്കുകയില്ല. കാരണം ഇവിടെ സ്ട്രോങ് ബൗണ്ടറി എന്നുള്ള സ്റ്റാറിൻ്റെ കാർഡ് വന്നിരിക്കുന്നതുകൊണ്ടും ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നതുകൊണ്ടും വേൾഡിൻ്റെ കാർഡ് വന്നിരിക്കുന്നതുകൊണ്ടും നമുക്ക് ഇൻ ഫ്യൂച്ചർ ഇവിടെ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഇവിടെ യൂണിവേഴ്സായിട്ട് തരുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു എനർജീസ് ഇവിടെ നമുക്ക് ഇയാളായിട്ടൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു തീരുമാനം എടുക്കുന്നുണ്ടാവും ഇൻ ഫ്യൂച്ചർ. ഓക്കെ, ഇവിടെ എനിക്കൊന്ന് റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടിൽ ഡിവോഴ്സും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു അവർ ഡിവോഴ്സ് ആവാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം, നിങ്ങളുടെ കണക്ഷൻ അറിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയോട് ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ച് വൈഫുമായിട്ട് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കി പിണങ്ങി നിന്നിട്ട് ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആ ടൈമിൽ ഈ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും
ഡിവോഴ്സ് ചെയ്തതിന് ശേഷം ഞാൻ നിന്നെ മാരി ചെയ്യും, കാരണം എനിക്ക് നിങ്ങളോട് വല്ലാത്തൊരു സോൾമേറ്റ് വൈബ് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഈ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം പലപ്പോഴും. ഓക്കെ, ഈ ഒരു വ്യക്തി ഭയങ്കര, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ ബിലീവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എത്രമാത്രം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തരുന്നോ അത്രമാത്രം ഈ ഒരു വ്യക്തിക്ക് റിട്ടേൺ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. പക്ഷേ പലപ്പോഴും ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ മാത്രമായിരിക്കും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജി ഇവർ കണ്ടീഷനുകളിൽ നിന്നിട്ടുണ്ട്. പക്ഷേ ഇവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്തിട്ടില്ല എന്നുള്ളൊരു എനർജിയാണ്. എപ്പോഴും നിങ്ങളൊരു വെയിറ്റിങ്ങിൻ്റെ എനർജിയിലായിരിക്കും. എപ്പോഴും നിങ്ങൾ ഇവരുടെ ഒരു ലവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കെയറിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിൻ്റെ എനർജിയിലാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എസെൻഷ്യൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുത്തു, ഈ ഒരു വ്യക്തിയെ ലൈഫിൽ വയ്ക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു എന്നുള്ളൊരു എനർജീസാണ്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ ഒരു വ്യക്തി നിങ്ങളോടൊരു ഇഷ്ടമുണ്ട്, ഒരു സ്നേഹമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും ഡൗട്ടായിട്ടുണ്ട് ഇത് സ്നേഹമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്നുള്ള രീതിക്ക് ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. കാരണം ഇവരൊരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല, ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരാതെ ആയിരിക്കും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. എഗെയിൻ ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഡ്രീമർ ആയിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. ഫീലിങ്സ് ഉണ്ട്. ചിലർക്കൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ ക്രഷിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് കാണുന്നതെന്നുണ്ടെങ്കിൽ ക്രഷിന് നിങ്ങളോട് റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. നിങ്ങളോട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൂടുതൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സെയിം ഫീലിങ്സ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത് അത്രയും ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ഇവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പാർക്കുണ്ട്. അതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളൊരു കാര്യം. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജീസ് ആണ്. എനിക്കൊന്നും നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി എനിക്കൊന്നും എന്തെങ്കിലും ഒരു ട്രഡീഷണൽ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഇയാളുടെ കീഴിൽ കുറേ ആളുകൾ എന്തെങ്കിലും ഉപദേശങ്ങളോ ഒക്കെ തേടാൻ വേണ്ടിയിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. ഹയറോഫൻറ്റിൻ്റെ എനർജി, സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തി. ഓക്കെ, സോ നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജീസ് നമുക്കിവിടെ വന്നിട്ടുള്ളത് ഇയാൾ വന്നും പോയി നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കാം. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരു കണക്ഷനെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി ഇല്ലായിരിക്കാം. ഓക്കെ, പക്ഷേ ഇവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. പക്ഷേ ഇയാൾ അത്രയ്ക്കും ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും എക്സ്പ്രസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു കാര്യങ്ങളും ആരോടും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല, ആരുമായിട്ട് അധികം ഇൻറ്റൻസ് ആയിട്ട് കണക്റ്റ് ആവുന്നുണ്ടാവില്ല. ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇയാളുടെ ലൈഫിലും കുറേയധികം ഇഷ്യൂസൊക്കെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ എഫേർട്ട് ഇല്ലെങ്കിൽ സ്നേഹത്തിനൊന്നും ഒരു മീനിങ് ഇല്ല എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒരിക്കലും ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് കാണുന്നില്ല കേട്ടോ. ആ ഒരു എനർജിയിൽ സ്നേഹം പക്ഷേ ഉണ്ട്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി, വാട്ടർ സൈൻ ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് എനർജി, ജെമിനി, ലിബ്ര, അക്വേരിയസ് എനർജി, എരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. ഫയർ സൈൻ, എയർ സൈൻ, ഓൾ സൈൻ ആക്റ്റീവ് ആണ് കേട്ടോ. കൺഫ്യൂസ്ഡ് ആണ്, ഡബിൾ മൈൻഡിലാണ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു എനർജിയാണ് എനിക്ക് ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം, അല്ലെങ്കിൽ സ്വന്തം സ്വാർത്ഥത എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞൊരു എനർജിയാണ്. സ്നേഹം ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഒരു സ്വാർത്ഥത. അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അയാളുടെ നെയിമും ഫെയിമും പ്രൊട്ടക്റ്റ് ചെയ്യണം, അയാളുടെ ഒരു ഫാമിലിയുടെ നെയിം പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു എനർജി ഉള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. അതാണ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഏറ്റവും വലിയൊരു ടാസ്ക് ആയിട്ട് ഇന്ന് ഈ ഒരു സ്റ്റാർട്ടിങ് ടു ഈ ഒരു എൻഡിങ് ടൈം വരെ ഈ ഒരു കണക്ഷനിൽ വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ റിസീവ് ആവാനായിട്ടുള്ള സാധ്യത എനിക്കിവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഫേക്ക് ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ നിങ്ങളെ നോക്കുകയാണ് എന്താണ് എക്സാക്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. ഒരു ഫേവർ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ലൈഫിൽ ഇടിച്ച് കയറി വരണം എന്നുള്ളൊരു ചിന്തയിലും പ്ലാനിങ്ങിലുമാണ് ഈ ഒരു വ്യക്തി ഒരു മൊമെൻറ്റിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ ടു ഓൺ ഫോർഗെറ്റ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഞാൻ അതിനെ ബേസ് ആക്കിയിട്ട് നമ്മുടെ റീഡിംഗ് സെക്ഷൻസ് ചെയ്യുന്നുണ്ടാവും. സോ താങ്ക് യു സോ മച്ച്.